അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിളക്കിന് വെളിച്ചമുണ്ട്, പൂവിന് ഗന്ധവും. വിളക്കിൻ്റെ വെളിച്ചവും പൂവിൻ്റെ സുഗന്ധവും അതിൻ്റെ ചുറ്റും വസിക്കുന്ന ജീവികൾക്കെല്ലാം കിട്ടുന്നു. നമ്മുടെ ജീവിതവും അങ്ങനെയാവണം. കൂടെ നിൽക്കുന്നവർക്കും നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം വെളിച്ചം നൽകാനും സുഗന്ധം പകരാനുമുള്ള ജീവിതമാവട്ടെ നമ്മുടേത്. അയൽക്കാരനും ചങ്ങാതിയുമൊക്കെയുള്ള വീര്യവും മൂല്യവും അവരിൽ നിന്ന് കിട്ടുന്ന വെളിച്ചത്തെ ആശ്രയിച്ചാണ്. സദാ നന്മകൾ വിതറുന്ന ജീവിതം നയിക്കാൻ നമുക്കാവണം. അതേസമയം തെറ്റുകൾക്ക് മൗനം കൊണ്ടുപോലും പ്രോത്സാഹനം നൽകുകയുമരുത്. മറിച്ചായാൽ ജീവിതം വലിയ നഷ്ടക്കച്ചവടത്തിലാണ് കലശിക്കുക. നമ്മിൽ നിന്നും മറ്റുള്ളവർ തെറ്റുകൾ ശീലിക്കുകയും അതവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നന്മയിലേക്ക് ക്ഷണിക്കുന്നവർക്ക് അവർ കാണിച്ചതിനുള്ള പ്രതിഫലമുണ്ട്. അത് ഏറ്റുപിടിച്ചവരുടെ സുഹൃതങ്ങളിൽ നിന്നുള്ള വിഹിതം പുറമെയും. തിന്മയുടെ സ്ഥിതിയും ഇപ്രകാരം തന്നെ. തിന്മ പ്രവർത്തിച്ചതിനുള്ളതുപോലെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പകർത്തിയെടുത്ത് ദോഷം ചെയ്തവരുടെ വിഹിതവും നാം അനുഭവിക്കേണ്ടി വരും. ഇതാണ് നഷ്ടക്കച്ചവടം. തെറ്റുകൾ പരസ്യപ്പെടുത്തുന്നത് മറ്റൊരു തെറ്റാണ്. പ്രവർത്തിച്ചതിനുള്ളതിന് പുറമെ പരസ്യപ്പെടുത്തിയതിനുള്ള ശിക്ഷ കൂടി ഇവർ അനുഭവിക്കേണ്ടി വരും. മുസ്ലിമിന്റെ ജീവിതത്തിൽ നിലനിർത്തിപ്പോരേണ്ട മര്യാദയും ലജ്ജയും ഉന്നത മൂല്യമുള്ളതാണ്. മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന തെറ്റുകളൊന്ന് ലളിതമാക്കാൻ ശ്രമിച്ചാൽ തന്നെയും പരസ്യമായ തെറ്റുകൾ വലിയ അക്രമം തന്നെ. എൻ്റെ സമുദായം അവർ ചെയ്ത തെറ്റുകളിൽ മാപ്പ് നൽകപ്പെടുന്നവർ തന്നെയാണ്. എന്നാൽ തെറ്റുകൾ പരസ്യപ്പെടുത്തുന്നവർ മാപ്പർഹിക്കുന്നില്ല. രാത്രിയിൽ ആരുമറിയിക്കാതെ തിന്മ പ്രവർത്തിക്കുകയും നേരം പുലർന്നാൽ അവ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട്. അവർ പരസ്യമായ തെറ്റുകാരാണ്. അലസമായ സംസാരങ്ങളും പ്രവൃത്തികളും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്ത് സന്ദേശം നൽകുന്നു എന്നതിനെക്കുറിച്ച് നന്നായി ആലോചിക്കണം. പലവട്ടം ചിന്തിച്ചു വേണം പ്രവൃത്തികളിലെങ്കിലും. തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം സംഭവിക്കുക തിന്മയുടെ ലഘൂകരണമാണ്. ന്യായങ്ങൾ ചമച്ചും വ്യാഖ്യാനങ്ങൾ നൽകിയും തെറ്റുകളെ ശരികളാക്കാനുള്ള വ്യായാമങ്ങൾ ധാരാളമായി നടക്കുന്നു. ഈ ഘട്ടത്തിൽ അലസമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും മൗനങ്ങളുമടക്കം നാം ജാഗ്രതയോടെ കാണണം. തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് തെറ്റുകൾക്കുള്ള പ്രചോദനമായാലോ എന്നോർത്ത് ഹലാലാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിന്നടക്കം അകലം പാലിച്ചിരുന്നു ചില മുൻഗാമികൾ. കടം വാങ്ങിയ വ്യക്തിയുടെ കെട്ടിടത്തിൻ്റെ തണൽ പറ്റുന്നത് പലിശയാകുമോ എന്ന് കരുതി വെയിലത്ത് നിന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് പാഠവും പ്രചോദനവുമാകട്ടെ.